ക്രമക്കേട് നടന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് നീറ്റിനു പിന്നാലെ UGC നെറ്റ് പരീക്ഷയും റദ്ദാക്കിയതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് ഉച്ചയ്ക്ക് SFI മാർച്ച് നടത്തും. JNUവിലും ഡൽഹി സർവകലാശാലയിലും ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ട്. അതേസമയം നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. അതീവ ഉഷ്ണതരംഗത്തിന്റെ ബുദ്ധിമുട്ടിലാണ് ഡൽഹി നിവാസികളെന്നെല്ലാം മനസ്സിലാക്കുന്നു. ആ ബുദ്ധിമുട്ടിനൊപ്പം തന്നെയാണ് ഇത്തരം ചില കാര്യങ്ങളും കൂടി ഉള്ളത്, അല്ലേ അനൂപേ? ഈ UGC നെറ്റ് പരീക്ഷ കൂടി ഇത്തരത്തിലായാൽ ഒരു വലിയ നമ്മുടെ വിദ്യാർത്ഥികളുടെയൊക്കെ ഭാവി എന്നതിലപ്പുറം ഈ പരീക്ഷകൾ വീണ്ടും നടത്താൻ, ആ സംവിധാനം ഒരുക്കാൻ ഒരു വലിയ ചിലവ് പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഒപ്പം കുട്ടികളുടെ ഭാവി, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്താണ് ഇനിയുള്ള തീരുമാനം? ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? രണ്ടാമത് ഈ UGC നെറ്റ് പരീക്ഷ നടപ്പാക്കുമോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഉഷ്ണതരംഗം ഒക്കെ ആണെങ്കിലും ഇന്നിപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു കാറ്റൊക്കെ രാവിലെ ഡൽഹിയിലുണ്ട്. എന്തായാലും അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഡൽഹിയിൽ നിന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മോത്തി തന്നെ പറഞ്ഞ പോലെ നീറ്റ് പരീക്ഷ, നെറ്റ് പരീക്ഷ, ഈ രണ്ട് പരീക്ഷകളിലും വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആദ്യം നീറ്റ് പരീക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ പറയാം. നെറ്റ് പരീക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ പറയാം. ഏതാണ്ട് 11,15,000-ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്ത പരീക്ഷ കഴിഞ്ഞ ദിവസം പരീക്ഷ നടന്നു. അതിൽ ചില പ്രശ്നങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് അത് റദ്ദ് ചെയ്യുന്നത്. അത് റദ്ദ് ചെയ്ത ശേഷം വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരികയാണ് കുട്ടികൾ. അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ നെറ്റ് പരീക്ഷയ്ക്കൊക്കെ മാസങ്ങളെടുത്ത് വർഷങ്ങളെടുത്ത് പഠിക്കുന്ന, 2-3 തവണയായിട്ടൊക്കെ ശ്രമിച്ചിട്ട് കിട്ടാത്ത ആളുകൾ അത് വീണ്ടും കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെ പരീക്ഷ എഴുതിയതാണ്. ഈ പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതലയുള്ള ആളുകൾക്ക് വന്ന കൊടും വീഴ്ച കാരണം കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരിക എന്നത് അവർക്ക് നൽകുന്ന മാനസിക സമ്മർദ്ദം അതിരൂക്ഷമാണ്. എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം സംബന്ധിച്ച, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി, അല്ലെങ്കിൽ പ്രവേശന രീതിയൊക്കെ സംബന്ധിച്ച വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിലിപ്പോൾ അഖിലേഷ് യാദവ് പറഞ്ഞ ഒരു ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ തകർത്തില്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് BJPയുടെ ഭാഗത്തു നിന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പരീക്ഷകളിലെ തുടർച്ചയായ പ്രശ്നം എന്ന് അഖിലേഷ് പറയുന്നു. ആദ്യം സംഭവിച്ചത് UPയിലെ പോലീസുകാരെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നു. അത് UPയിൽ വലിയ ചർച്ചയാവുകയും UP തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ നെറ്റ് പരീക്ഷ, ആ നെറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക്, ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ പറഞ്ഞ് രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായി. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടയിലാണ് നെറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈ സംവിധാനങ്ങളെ BJP തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് അഖിലേഷ് യാദവ് പറയുന്നു. മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനകളാകെ പ്രതിഷേധത്തിലാണ്. നാളെ NSUവിൻ്റെ പാർലമെൻറ്റ് മാർച്ചുണ്ട്. ഇന്ന് SFIക്കാർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. രാജ്യത്താകമാനം പ്രതിഷേധത്തിന് വിദ്യാർത്ഥി സംഘടനകളെല്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി നെറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. അതായത് ഈ തകർച്ച, ഈ പ്രവേശന പരീക്ഷകളിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് വലിയ ചർച്ചയാക്കി പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവരുമ്പോൾ തന്നെ അപ്പുറത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ പ്രശ്നം കൊണ്ട് മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അനൂപ് ദാസ്, മാനസിക സമ്മർദ്ദം കുട്ടികൾക്കുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ഈ ഉഷ്ണതരംഗത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അനൂപ് ദാസിന്.